നിത്യജീവിതത്തിലെ പ്രധാന ഐറ്റമായ മുട്ട വാങ്ങാനാകാത്തൊരു സാഹചര്യത്തെക്കുറിച്ച് ഓർത്ത് നോക്ക്. ഇതുപോലെ മുട്ടം പണിയാണ് അമേരിക്കക്കാർക്ക് കൊടുത്തത്. മുട്ടയുടെ വില കേട്ടാൽ അമേരിക്കയിലെ കോഴി പോലും ഇപ്പോൾ കരയും. അതാണ് അവിടുത്തെ അവസ്ഥ. ഇതിലും രസകരമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. മുട്ട വിലയേക്കാൾ കുറവാണ് അമേരിക്കയിലെ ചിക്കൻ വില. അമേരിക്കയിൽ മുട്ടയുടെ വില 2025 തുടക്കത്തിൽ 28% വർദ്ധിച്ച് ഒരു ഡസന് ശരാശരി $6.30 അതാണ് അന്നത്തെ കണക്കുകൾ. കാലിഫോർണിയയിൽ മുട്ട വില $8.85, ഏകദേശം $750 വരെ എത്തിയിരുന്നു. ബേർഡ് ഫ്ലൂ H5N1 അഥവാ പക്ഷിപ്പനിയാണ് നിലവിലെ ഈ കോലാഹലത്തിനൊക്കെ കാരണം. 2022 മുതൽ ഈ രോഗം 148 ദശലക്ഷത്തിലധികം കോഴികളെ കൊന്നൊടുക്കി. അതിൽ ഭൂരിഭാഗവും മുട്ടയിടുന്ന കോഴികൾ. ഒരു ഫാമിലി രോഗം പടർന്ന മുഴുവൻ കോഴികളും കൊല്ലണം എന്നാണ് US കൃഷി വകുപ്പിൻ്റെ നിയമം. അങ്ങനെയാണ് അമേരിക്കയിലെ മുട്ട പ്രതിസന്ധിയും ഉദയം കൊള്ളുന്നത്. ഒരു മുട്ടയിടുന്ന കോഴി പുനരുജ്ജനനം ചെയ്യാൻ ഒരു 6-9 മാസമൊക്കെ എടുക്കും. അതായത് ഒരു ഫാം തകർന്നാൽ മുട്ട വീണ്ടും മാർക്കറ്റിലെത്താൻ ഒരു വലിയ കാത്തിരിപ്പ് തന്നെ വേണം. ഇതിനിടയിൽ ഡിമാൻഡ് കുറയുന്നുമില്ല. കാരണം അമേരിക്കക്കാർ വർഷം തോറും ശരാശരി 270 മുട്ടകൾ തിന്നുന്നവരാണ്. കൂടാതെ ഈ ക്രിസ്മസ് ബേക്കിങ്ങും വന്നതോടെ മുട്ടയ്ക്ക് ആവശ്യം കൂടി, വിലയും ആകാശ മുട്ടയായി. ഇവിടെയാണ് ഒരു ട്വിസ്റ്റ്. മുട്ട വില ആകാശത്ത് പറക്കുമ്പോൾ ചിക്കൻ്റെ വില അത്രയ്ക്ക് പറക്കുന്നില്ല. ശരാശരി $5 തന്നെ നിൽക്കുന്നു. എന്താണ് ഈ മാജിക്കിൻ്റെ രഹസ്യം എന്നല്ലേ? ഇതിന് പിന്നിൽ 2 തരം കോഴികളുടെ കഥയാണുള്ളത്. ഒന്ന് മുട്ടയിടുന്ന ലെയർ കോഴികളും മാംസത്തിനായി വളർത്തുന്ന ബ്രോയിലർ കോഴികളും. ഒരു ഫാമിൽ ലക്ഷക്കണക്കിന് ലെയർ കോഴികൾ വളർത്തിയെടുക്കാൻ പറ്റും. ഇവയെങ്ങാനും ബേർഡ് ഫ്ലൂ ബാധിച്ച ഒറ്റയടിക്ക് മുഴുവൻ ഫാമും കാലിയാകും. പക്ഷേ ബ്രോയിലർ കോഴികളെ കുറച്ചേ വളർത്തുള്ളൂ. അവയുടെ ജീവിതചക്രവും കുറച്ചാണ്. ഒരു 30 മുതൽ 60 ദിവസം വരെയൊക്കെ മതിയാവും. അതുകൊണ്ട് തന്നെ ഇവയെ ബേർഡ് ഫ്ലൂ ബാധിച്ചാലും പെട്ടെന്ന് തന്നെ അടുത്തതിനെ വളർത്തി മാർക്കറ്റിലെത്തിക്കാൻ പറ്റും. ബേർഡ് ഫ്ലൂ ബ്രോയിലറുകളെ അത്ര കാര്യമായി ബാധിക്കുന്നില്ല എന്നതും ഒരു ബോണസാണ്. അതുകൊണ്ട് ചിക്കൻ ഞാൻ സേഫ് ബ്രോ എന്ന മട്ടിൽ വിലയിൽ വലിയ കുതിപ്പില്ലാതെ നിൽക്കുന്നുണ്ട്. അമേരിക്കയിലെ ജനങ്ങളിപ്പോൾ മുട്ടയില്ലാതെ ജീവിക്കാൻ പുതിയ വഴികൾ കണ്ടെത്തുകയാണ്. ചിലർ ചിക്കൻ റെൻ്റൽ എന്നൊരു ട്രെൻഡും കൂടെ തുടങ്ങിയിട്ടുണ്ട്. അതായത് കോഴികളെ വാടകയ്ക്ക് എടുക്കുക. ഒരു മാസം $50 മുടക്കി കോഴിയെ വീട്ടിൽ വളർത്തി മുട്ട സ്വന്തമാക്കുക. എൻ്റെ കോഴി എൻ്റെ മുട്ട എന്നാണ് ഈ ചിക്കൻ റെൻ്റലിൻ്റെ ഒരു ലൈന്. ഈ മുട്ട പ്രതിസന്ധിയുടെ പഴി മുഴുവൻ മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ്റെ തലയിലും. പക്ഷി ഫ്ലൂ മൂലം 166 മില്യൺ കോഴികളെ ബൈഡൻ്റെ നേതൃത്വത്തിൽ കൊന്നൊടുക്കിയതാണ് നിലവിലെ മുട്ട വിലയ്ക്ക് പിന്നിലെന്ന് ട്രംപും മസ്കും ആരോപിക്കുന്നു. ബൈഡൻ 150 മില്യൺ കോഴികളെ കൊല്ലാൻ ഉത്തരവിട്ടു. ഇപ്പോൾ മുട്ടയുടെ വില ആകാശമുട്ട എന്നാണ് മസ്കിൻ്റെ ഒരു ട്വീറ്റ്. ഇനി ട്രംപ് കോഴികൾക്ക് പകരം ചുങ്കം ചാർത്തി പ്രശ്നം പരിഹരിക്കുമോ എന്നാണ് ജനം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്.